നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഡ്രൈ സബ്ജക്റ്റായി തോന്നാം, അല്ലേ? പക്ഷേ സത്യത്തിൽ ഇതൊരു വെറും നിയമപുസ്തകമല്ല. നമ്മുടെ രാജ്യത്തിന്റെ ഹൃദയവും ആത്മാവും എന്നൊക്കെ പറയാവുന്ന ഒന്നാണ്. അപ്പോ ഈ ജീവിക്കുന്ന രൂപരേഖയെ നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാൻ ശ്രമിച്ചാലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയധികം ഭാഷകൾ, മതങ്ങൾ, സംസ്കാരങ്ങൾ. ഇങ്ങനെയുള്ളൊരു രാജ്യത്തെ എങ്ങനെയാണ് ഒന്നായിട്ട് നിർത്താൻ കഴിയുക? 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോ നമ്മുടെ നേതാക്കൾ നേരിട്ട ഏറ്റവും വലിയ ചോദ്യം ഒരുപക്ഷെ ഇതായിരുന്നു. ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ ഭരണഘടന. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഭാഗം, ഒരു രാഷ്ട്രത്തിന്റെ പിറവി. എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പികൾ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭ, ഈ വലിയ ദൗത്യം ഏറ്റെടുത്തതെന്ന് നോക്കാം. ഇതൊരു വലിയ യാത്രയായിരുന്നു. 1946 ഡിസംബറിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതോടെയാണ് ഇതിന് തുടക്കമാകുന്നത്. എന്തായിരിക്കണം നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ എന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റായിരുന്നു അത്. പിന്നെ വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ 1949 നവംബർ 26 നമ്മൾ ഭരണഘടനയെ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഒടുവിൽ 1950 ജനുവരി 26 അത് പൂർണ്ണമായി നിലവിൽ വന്നു. അന്നു മുതലാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറിയത്. ഇനി നമ്മുടെ ഭരണഘടനയെപ്പറ്റി എപ്പോഴും കേൾക്കുന്ന ഒരു വിമർശനമുണ്ട്. ഇതൊരു കടം വാങ്ങിയ ഭരണഘടനയാണെന്ന്. ബ്രിട്ടനിൽ നിന്ന് പാർലമെന്ററി സിസ്റ്റം, അമേരിക്കയിൽ നിന്ന് മൗലികാവകാശങ്ങൾ, ഇങ്ങനെ പലയിടത്തു നിന്നും ആശയങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊരു കോപ്പിയടിയായിരുന്നോ? ഒരിക്കലുമല്ല. ലോകത്തിലെ ഏറ്റവും മികച്ച ആശയങ്ങൾ എടുത്ത് നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് ചേരുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടനയുടെ ആത്മാവിനെക്കുറിച്ചാണ്, അതായത് അതിന്റെ ആമുഖം. വെറുമൊരു ആമുഖമായി ഇതിനെ കാണരുത്. ഈ വലിയ പുസ്തകം തുറക്കാനുള്ള ഒരു താക്കോലാണ് ഈ ആമുഖം. ഭരണഘടന തുടങ്ങുന്നത് തന്നെ വളരെ ശക്തമായ വാക്കുകളോടെയാണ്. നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ. എന്താ ഇതിന്റെ അർത്ഥം? ഈ രാജ്യത്തിന്റെ പരമാധികാരികൾ. യഥാർത്ഥ അധികാരം കൈയാളുന്നത് നമ്മളാണ്, ഇന്ത്യയിലെ ഓരോ പൗരനുമാണ്. ഈയൊരു പ്രഖ്യാപനത്തിലാണ് എല്ലാം തുടങ്ങുന്നത്. അടുത്ത വാക്ക്, പരമാധികാരം അഥവാ സോവ്രൻ. സിമ്പിളായി പറഞ്ഞാൽ ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഇന്ത്യയ്ക്ക് തന്നെയാണ് അവസാന വാക്ക്. നമ്മുടെ നയങ്ങൾ തീരുമാനിക്കാൻ വേറെ ഒരു രാജ്യത്തിന്റെയും സമ്മതം നമുക്ക് വേണ്ട. നമ്മൾ പൂർണ്ണമായും സ്വതന്ത്രരാണ്. പിന്നെ വരുന്നത് സോഷ്യലിസ്റ്റ് എന്ന വാക്കാണ്. ഇത് 1976 ചേർത്തതെങ്കിലും അതിന്റെ ആശയം തുടക്കം മുതലേ ഉണ്ട്. എന്താണ് ലക്ഷ്യം? സമൂഹത്തിലെ സാമ്പത്തികവും സാമൂഹികവുമായ ഉച്ചനീചത്വങ്ങൾ കുറയ്ക്കുക, എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ നൽകുക. പക്ഷെ ഇത് നേടിയെടുക്കേണ്ടത് ജനാധിപത്യ മാർഗങ്ങളിലൂടെയായിരിക്കണമെന്നും ഭരണഘടന പറയുന്നു. അടുത്തത് മതേതരം അല്ലെങ്കിൽ സെക്യുലർ. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ശിലയാണിത്. ഇതിനർത്ഥം സർക്കാരിന് ഔദ്യോഗികമായി ഒരു മതമില്ല എന്നതാണ്. എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. എല്ലാ പൗരന്മാർക്കും അവർക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. ജനാധിപത്യം അഥവാ ഡെമോക്രാറ്റിക്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. പ്രായപൂർത്തിയായ ഓരോ ഇന്ത്യക്കാരനും വോട്ട് ചെയ്ത് നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. അധികാരം ജനങ്ങളുടെ കയ്യിൽ. അവസാനമായി റിപ്പബ്ലിക്. ഒരു രാജ്യം റിപ്പബ്ലിക്കാണെന്ന് പറഞ്ഞാൽ അതിന്റെ തലപ്പത്തിരിക്കുന്നയാൾ ഒരു രാജാവോ രാജ്ഞിയോ ആയിരിക്കില്ല. അതായത് പാരമ്പര്യമായി കിട്ടുന്ന ഒരു പദവിയല്ലാതെ നമ്മുടെ രാഷ്ട്രപതിയെപ്പോലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും രാഷ്ട്രത്തലവൻ. അപ്പോ ആമുഖം നമ്മൾ കണ്ടു. ഇനി അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഉറപ്പുകൾ, അതായത് നമ്മുടെ അവകാശങ്ങളും രാഷ്ട്രത്തിന്റെ കടമകളും. ഒരു പൗരനും രാഷ്ട്രവും തമ്മിലുള്ള ഒരു കരാറാണിത്. ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മൗലികാവകാശങ്ങൾ. ഇതിന് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് തന്നെ പറയാം. ഭരണകൂടത്തിന് തോന്നിയ പോലെ പെരുമാറാൻ കഴിയില്ല. അതിൽ നിന്ന് നമ്മളെ, സാധാരണ പൗരന്മാരെ സംരക്ഷിക്കുന്നൊരു പരിചയമാണ് ഈ അവകാശങ്ങൾ. നമുക്ക് പ്രധാനമായും 6 മൗലികാവകാശങ്ങളുണ്ട്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, പിന്നെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും നമ്മുടെ സംസ്കാരവും വിദ്യാഭ്യാസവും സംരക്ഷിക്കാനുമുള്ള അവകാശങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ അവകാശങ്ങളെങ്ങാനും ആരെങ്കിലും ലംഘിച്ചാൽ നമുക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാം. അതാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അപ്പോ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. മൗലികാവകാശങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ പൗരനുള്ള ഒരു പരിചയമാണ്. അത് ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയിൽ പോകാം, അത് നേടിയെടുക്കാം.
എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ അങ്ങനെയല്ല. അത് സർക്കാരിനുള്ള ഒരു വഴികാട്ടിയാണ്, ഒരു കോമ്പസ് പോലെ. നിങ്ങൾ ഭരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്ന് ഭരണഘടന സർക്കാരിനോട് പറയുകയാണ്. ഓക്കെ, നമുക്ക് അവകാശങ്ങളുണ്ട്, സർക്കാരിന് കടമകളുണ്ട്. പക്ഷേ ഈ ഭരണമൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അടുത്ത സെക്ഷൻ അതാണ്, ഭരണയന്ത്രം. ഇന്ത്യ എങ്ങനെ ഭരിക്കപ്പെടുന്നെന്ന് നോക്കാം. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, എക്സിക്യൂട്ടീവ്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ചേർന്ന് ഇവർ നിയമങ്ങൾ നടപ്പിലാക്കുന്നു. 2, നിയമനിർമ്മാണ സഭ, അതായത് നമ്മുടെ പാർലമെന്റ്. ലോക്സഭയും രാജ്യസഭയും ചേർന്ന് ഇവിടെയാണ് രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. 3, നീതിന്യായ വ്യവസ്ഥ. സുപ്രീം കോടതിയുടെ നേതൃത്വത്തിലുള്ള ഇവർ ഭരണഘടനയുടെ കാവൽക്കാരാണ്. ഈയൊരു ഘടന ഇത് കേന്ദ്രത്തിൽ മാത്രമല്ല ഉള്ളത്. ഇതിന്റെ ഒരു ചെറിയ പതിപ്പ് ഓരോ സംസ്ഥാനങ്ങളിലുമുണ്ട്. അവിടെ ഗവർണർ, മുഖ്യമന്ത്രി, ഹൈക്കോടതികൾ ഇങ്ങനെ കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിട്ടെടുക്കുന്ന ഈ സംവിധാനത്തെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു രാജ്യത്തെ ഭരിക്കാൻ ഇത് അത്യാവശ്യമാണ്, അല്ലേ? അപ്പൊ നമ്മൾ ഭരണഘടനയുടെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, 70 വർഷം മുമ്പെഴുതിയ ഈ പുസ്തകം ഒരു മ്യൂസിയത്തിൽ വെക്കേണ്ട ഒന്നല്ല. അതൊരു ജീവനുള്ള രേഖയാണ്. കാലത്തിനനുസരിച്ച് മാറാനും വളരാനുമുള്ള കഴിവ് അതിനുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഈ രൂപരേഖ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? ഭരണഘടന ഭേദഗതി ചെയ്യാൻ 3 വഴികളുണ്ട്. ചില സാധാരണ കാര്യങ്ങൾക്ക് പാർലമെന്റിലെ ഒരു സിമ്പിൾ മെജോറിറ്റി മതി. പക്ഷേ മിക്ക കാര്യങ്ങൾക്കും സ്പെഷ്യൽ മെജോറിറ്റി വേണം. ഇനി സംസ്ഥാനങ്ങളുടെ അധികാരത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിലോ? അപ്പോ ഈ സ്പെഷ്യൽ മെജോറിറ്റിക്ക് പുറമേ രാജ്യത്തെ പകുതിയെങ്കിലും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. അതായത് മാറ്റങ്ങളാകാം, പക്ഷെ അതത്ര എളുപ്പമല്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും ഭേദഗതി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് അടിസ്ഥാന ഘടനാ സിദ്ധാന്തം വരുന്നത്. 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി ഒരു ചരിത്രപരമായ വിധി പറഞ്ഞു. പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാം, പക്ഷേ അതിന്റെ അടിസ്ഥാന സ്വഭാവത്തെ, അതിന്റെ ആത്മാവിനെ മാറ്റിയെഴുതാൻ കഴിയില്ല. ജനാധിപത്യം, മതേതരത്വം ഇതൊന്നും തൊടാൻ പാടില്ല. ഒന്ന് നോക്കൂ, 2023 വരെയുള്ള കണക്കുപ്രകാരം നമ്മുടെ ഭരണഘടന 106 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഖ്യ തന്നെ പറയുന്നുണ്ട് കാലത്തിനനുസരിച്ച് മാറാനും പുതിയ വെല്ലുവിളികളെ നേരിടാനും നമ്മുടെ ഭരണഘടനയ്ക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന്. അതുകൊണ്ടാണ് 75 വർഷം കഴിഞ്ഞിട്ടും അത് പ്രസക്തമായി നിലനിൽക്കുന്നത്. അപ്പോ നമ്മൾ ഈ വലിയ യാത്രയുടെ അവസാനത്തിലേക്ക് എത്തുകയാണ്. ഒരു ചോദ്യം ചോദിച്ചു നിർത്താം. നമ്മുടെയൊക്കെ ജീവിതം ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോ നമ്മുടെ ഡിജിറ്റൽ അവകാശങ്ങൾ, നമ്മുടെ പ്രൈവസി, അതുപോലെ പരിസ്ഥിതി നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ആവോ നമ്മുടെ ഭരണഘടനയുടെ അടുത്ത അധ്യായം? ഈ ജീവനുള്ള പുസ്തകം ഇനിയും നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും.